എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഒരു വില്ലേജിലെ ബ്രാൻഡ് ന്യൂ ഹൗസ്. അപ്പോൾ ബ്രാൻഡ് ന്യൂ ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം ഓരോ വീഡിയോയിലും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പാർട്ട്മെൻറ്റ് ടൂറായിട്ടും പുതിയ ബ്രാൻഡ് ന്യൂ ഹൗസ് ടൂറായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 7,000 പീപ്പിൾ മാത്രമുള്ള ഒരു കുട്ടി സിറ്റിയിലെ ഒരു ബ്രാൻഡ് ന്യൂ ഹൗസ് അതെങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. ഇതൊരു 3 bed and 2 bath ഹൗസാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിൻ്റെ എൻട്രൻസിലായിട്ട് തന്നെ കോട്ട് റൂം കാണാം. അതായത് ഇവിടെയുള്ളവരൊക്കെ ജാക്കറ്റ്സ് ഒക്കെ വെക്കുന്നൊരു സ്പേസാണിത്. ഇനി നമുക്കിതിന് നേരെ പോയാലാണ് നമ്മുടെ കിച്ചൺ. മോസ്റ്റ്ലി യേഴ്സിലുള്ള വീടുകളിലൊക്കെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് കാണാൻ സാധിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണും ഹാളും ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. ഇവിടെ ഇതിന് ഗ്രേറ്റ് റൂം എന്നാണ് പറയുക. ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ ഇപ്പം നമ്മളൊരു വീട് വാങ്ങിക്കുമ്പം സ്റ്റൗ കം അവൻ, മൈക്രോവേവ് അവൻ, പിന്നെ ഡിഷ് വാഷർ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ സ്റ്റോറേജിനുള്ള സ്പേസ്. ഇനി നമുക്ക് നമ്മുടെ ഡിഷ് വാഷർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുണ്ടാകുമ്പോൾ സുഖാട്ടോ പാത്രമൊക്കെ കഴുകാനായിട്ട്. ഇനി നമുക്ക് ബാക്ക് യാർഡിലോട്ട് പോവാം. ഇവിടെയുള്ള മോസ്റ്റ്ലി എല്ലാ വീടുകളുടെയും ബാക്ക് യാർഡിൻ്റെ ഡോർ അവർ ഗ്ലാസ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഞങ്ങളുടെ കൗണ്ടിയുടെ ഒരു റൂൾ പ്രകാരം 25 to 30% ആണെന്ന് തോന്നുന്നു നമ്മളെ വീടൊക്കെ ഗ്രീനിഷ് ആയിട്ട് ഉണ്ടാവണം. ഇവിടെയുള്ള എല്ലാ വീടുകളും 90%ഓളം അവർ ഗ്രാസൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടു നടക്കാറ്. ഇതിപ്പോൾ ഒരു പുതിയ വീടായതുകൊണ്ടാട്ടോ ഇങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ കിച്ചൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയാലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഉള്ളത്. നമുക്ക് തുറക്കാം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പം സാധാരണയായിട്ട് ഇവിടെയുള്ളവർ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു റൂമാണ്. ഇതിപ്പോൾ നമ്മുടെ പുതിയ വീടായത് കാരണം കേട്ടോ കുറച്ച് എംപ്റ്റി ആയിട്ടുള്ളത്. അങ്ങനെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം. പിന്നെ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ക്ലാസറ്റ്. ഇവിടെയാണ് ഇവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാറുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ അൽമാരയ്ക്കൊക്കെ പകരമായിട്ട് ആണ് ഈ ഒരു ക്ലോസറ്റ് ഉള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 ബെഡ്റൂംസ് ഒന്ന് കണ്ടിട്ട് വരാം.
ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണേ, കണ്ടോ? നമ്മുടെ റോഡും പിന്നെ ഗ്രാസും ഒക്കെ കാണാനായിട്ട് നല്ലൊരു വ്യൂ ആയിട്ടുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ ക്ലോസറ്റാണിത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ക്ലോസറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമുക്കിനി നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം. ഏകദേശം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ വിൻഡോ മാത്രം ഒരിത്തിരി ചെറുതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലോസറ്റാണിത്. ഇത് ഇപ്പം നമ്മൾ കാണിച്ച 2 ബെഡ്റൂംസും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അത്ര സൈസൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ കുട്ടികൾക്കും പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 2 ബെഡ്റൂംസാണ്. ഇനി ഈ 2 ബെഡ്റൂമിനും കൂടിയുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം. ഇതിൽ ഷവറുണ്ട്, ബാത്ത് ടബ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാവിധ സൗകര്യമുണ്ട് ഈ ബാത്റൂമിൽ. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ലോണ്ട്രി റൂം. ഇവിടെയാണ് നമ്മൾ വാഷർ ഡ്രയറൊക്കെ വെക്കാറുള്ളത്. ഇതിന് മുകളിലൊരു റാക്കും ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തും വെക്കാം. ഈ ഒരു റൂമിൽ തന്നെ നമുക്കൊരു വാഷിംഗ് ബേസിനും അവർ വെച്ചിട്ടുണ്ട്. ഇതൊരു കുട്ടി സ്റ്റോറേജ് ആണ് കേട്ടോ, നമ്മുടെ 2 ബെഡ്റൂമിൻ്റെ മിഡിലായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഗാരേജ് കാണാം. ഗാരേജ് ഇവിടെ ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൗസ് ടൂർ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഏകദേശം ഇതേ സൈസിലുള്ള വീടൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. ഞങ്ങളുടെ ഫെൻസിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഹൗസ് ടൂർ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട കേട്ടോ. താങ്ക്